ഇത് ഇന്ത്യയിലെ ആദ്യത്തെ ഹ്യൂമൻ ഹാപ്പിനെസ് സെന്റർ. അപ്പൊ അതുകൊണ്ട് റബ്ബർ മരങ്ങൾക്കില്ലാത്ത അത്യത്ഭുതകരമായ ജലസംഭരണ ശേഷി പ്ലാവിനുണ്ട്. ഈ സ്വന്തം തൊഴിലിൽ നമ്മൾ അനാവശ്യമായി നമ്മുടെ ശരീരത്തേക്കും മനസ്സിലേക്കും വരുന്ന വലിയ മാനസിക സംഘർഷങ്ങളെ നിങ്ങൾക്ക് ഇവിടെ ഇറക്കി വെക്കാം. പ്ലാവല കോട്ടി കഞ്ഞി കുടിച്ചൊരു തലമുറയ്ക്ക് ആമാശയ രോഗങ്ങളില്ലായിരുന്നു. ഇല്ലായിരുന്നു. വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം. പണ്ട് കാലൻ പോത്തിന്റെ പുറത്ത് കയറുമായിട്ട് വരുന്നതൊക്കെയാണ് നമ്മൾ കൊച്ചുനാളി മരണത്തെക്കുറിച്ചുള്ള കേട്ടുള്ളൂ. ഇപ്പം ഞാൻ സങ്കല്പിക്കുന്നത് മരണം ഒരു സുന്ദരിയായ സ്ത്രീയായിട്ട്. ഫ്രണ്ട്സ്, ജെസിസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ലോകത്തിലെ ആദ്യത്തെ ജാക്ക് ഫോറസ്റ്റേറിയമായ തപോവൻ ഹാപ്പിനെസ് വാലിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. മധുരിക്കുന്ന ഓർമ്മകൾ സമ്മാനിക്കുന്ന പ്രാണവായുവിൻ്റെ ഈ വിശാലമായ പർദീസയിലേക്ക് നമുക്ക് പോകാം. തലമുറകൾക്ക് കൈമുതലായി അഡ്വക്കേറ്റ് വെളിയൻ രാജീവിൻ്റെ ഈ സ്വർഗീയ കാഴ്ചകൾ കൊല്ലം ജില്ലയിൽ വെളിയത്താണുള്ളത്. ആർക്കും വേണ്ടാത്ത ചക്കയുടെ അമൂല്യമായ ഗുണങ്ങൾ മനസ്സിലാക്കിയാണ് 10 വെറൈറ്റികളിലായിട്ട് 600ഓളം പ്ലാവ് തൈകൾ അദ്ദേഹം നട്ടു വളർത്തിയിട്ടുള്ളത്. ഈ 600 പ്ലാവുകൾ നട്ടതിലൂടെ പ്രാണവായുവിന് പുറമെ വർഷം മുഴുവനും നമുക്ക് ചക്കയും ചക്ക ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. വിഷരഹിതമായ ഈ ചക്ക നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യം തന്നെയാണ്. വരും തലമുറയ്ക്ക് പ്രാണവായു പ്രദാനം ചെയ്യാൻ വേണ്ടി ഇത്തരം ഒരു ബൃഹത്തായ സംരംഭം തന്നെ ഉണ്ടാക്കിയ രാജീവ് സാറിനെ നമുക്ക് പരിചയപ്പെടാം. സാർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സാർ, ഇത് എത്ര വർഷമായി ഇങ്ങനെ ഒരു വലിയ സംരംഭം ജനങ്ങൾക്ക് വേണ്ടി? ഇതിപ്പോൾ 8 വർഷമാകുന്നു. 8 വർഷം. 8 വർഷത്തിന് മുമ്പ് ആഗസ്റ്റ് മാസം 15-ാം തീയതി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനത്തിന് പ്ലാവിൻ തൈകൾ നട്ടുകൊണ്ട് തുടങ്ങിയതാണ്. അന്ന് ഈ പ്ലാവിൻ തൈകൾ നടുന്നതിൻ്റെ അതിൻ്റെ ആവശ്യമില്ലായ്മയെക്കുറിച്ച് ഇവിടെ ഒരുപാട് പേര് പലതരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അന്ന് ചക്കയുടെ മൂല്യത്തെക്കുറിച്ച് നമ്മുടെ സാമാന്യ ജനത്തിനുള്ള ധാരണ വളരെ കുറവാണ്. അതിനുശേഷം ചക്കയുടെ ആരോഗ്യ മൂല്യം എന്ത് എന്നതിനെക്കുറിച്ച് വാർത്തകളൊക്കെ വരാൻ തുടങ്ങി. അത് പ്രധാനമായും തപോവനെ കേന്ദ്രീകരിച്ചുള്ള വാർത്തകളിലൂടെയാണ് ക്യാൻസറിന്റെ പ്രതിരോധ മരുന്നായ പെപ്റ്റിൻ ഏറ്റവും കൂടുതലുള്ളത് ചക്കയാണെന്നുള്ള അറിവ് വന്നു. കീമോതെറാപ്പിയുടെ അതീവ ദുസ്സഹമായ വേദന അത് പരിഹരിക്കുന്നതിന് ചക്ക ഭക്ഷണമായിട്ട് കഴിച്ചാൽ മതി എന്നുള്ളൊരു കണ്ടുപിടുത്തം വന്നു. അത് നമ്മുടെ ഏത് കാര്യവും മഹത്തരമാണെന്ന് അറിയണമെങ്കിൽ അത് സായിപ്പ് പറയണം. വിദേശി പറയണം. ആദ്യമായിട്ട് ചക്കയുടെ ആരോഗ്യ മൂല്യം കണ്ടെത്തിയത് ജർമ്മൻ ശാസ്ത്രജ്ഞന്മാരാണ്. അവര് മലയാളിയുടെ പറമ്പിൽ ഇങ്ങനെ മഴക്കാലത്ത് വെള്ളം കയറി ചീർത്ത് വീർത്ത് നിലം പതിച്ച് ഈച്ചയാർത്ത് കിടക്കുന്ന ആർക്കും വേണ്ടാത്ത ചക്ക അതിന് വലിയ ആരോഗ്യ മൂല്യമുണ്ടെന്നുള്ളത് വിദേശികൾ പറഞ്ഞപ്പോഴാണ് നമ്മളും അറിയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് പ്ലാവ് വയ്ക്കാൻ തീരുമാനിച്ചത്. പ്ലാവ് മലയാളിയുടെ സ്വന്തം മരമാണ്, സ്വന്തം വൃക്ഷമാണ്. പ്ലാവിന്റെ ജന്മദേശം കേരളമാണ്. അതായത് വെസ്റ്റേൺ ഗാഡ്സിനും അറബിക്കടലിനും ഇടയിലുള്ള സ്ഥലമാണ് പ്ലാവിന്റെ ജന്മദേശം. മാത്രമല്ല നമ്മുടെ നിത്യജീവിതമായിട്ട് പ്ലാവിന് ഒരുപാട് ബന്ധമുണ്ട്. ഒന്ന്, നമ്മുടെ പൂജാതി കാര്യങ്ങളിൽ ഹവ്യമായിട്ട് ഉപയോഗിക്കുന്നത് പ്ലാവിന്റെ വിറകാണ്. 2, ഏറ്റവും കൂടുതൽ പ്രാണവായു ഉൽപ്പാദിപ്പിക്കുന്ന മരങ്ങളിൽ ഒന്നാണ് പ്ലാവ്.
നമ്മുടെ ഭൂപ്രകൃതിക്കും കാലാവസ്ഥയ്ക്കും ഏറ്റവും ചേർന്ന മരമാണ് പ്ലാവ്. അതുപോലെ തന്നെ ഇവിടെ നേരത്തെ റബ്ബറായിരുന്നു. ഈ 6 ഏക്കറിലും റബ്ബറായിരുന്നു. റബ്ബർ വളർന്ന കാലത്ത് ഇതിന്റെ കീഴെയുള്ളൊരു കുളമുണ്ട്. ആ കുളം വർഷാവർഷം വറ്റിപ്പോവായിരുന്നു. റബ്ബർ കൃഷി ഉണ്ടായിരുന്ന കാലത്ത് കുളം വറ്റിപ്പോവായിരുന്നു. ഇപ്പോ ഒരു 4 കൊല്ലമായിട്ട് ആ കുളം വറ്റുന്നു. അതായത് നമ്മളെ പ്ലാവ് തലയെടുക്കാൻ തുടങ്ങി. പ്ലാവ് ഒന്ന് വളർന്നു വന്നതോടുകൂടി നമ്മുടെ കുളത്തെ വരച്ച ബാധിക്കുന്നു. അപ്പൊ ഈ പ്ലാവിന്റെ ഈ മുകളിലേക്ക് നമ്മൾ കാണുന്ന ആ ശിഖരങ്ങളെ പോലെ തന്നെ പ്ലാവിന് അതിവിപുലമായൊരു വേരുപടലമുണ്ട്. ആ വേരുപടലം ഈ മഴക്കാലത്ത് ഇതിന്റെ ഇലകളിലൂടെ ശിഖരങ്ങളിലൂടെ തായ്തടിയിലൂടെ വേരുപടലങ്ങളിലേക്ക് കളക്ട് ചെയ്ത് വെക്കുന്ന ശേഖരിച്ചു വെക്കുന്ന മഴവെള്ളം ഉപരിതല മണ്ണിൽ ശേഖരിക്കപ്പെട്ട് അതേ കുളത്തിലേക്ക് പോകും. മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് റബ്ബർ മരങ്ങൾക്കില്ലാത്ത അത്യത്ഭുതകരമായ ജലസംഭരണ ശേഷി പ്ലാവിനുണ്ട്. പ്ലാവില കോട്ടി കഞ്ഞി കുടിച്ചൊരു തലമുറയ്ക്ക് ആമാശയരോഗങ്ങൾ ഇല്ലായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരുപാട് വിശുദ്ധിയുള്ള അമ്പലത്തിന്റെ കട്ടള വരിക്കപ്ലാവിന്റെ കാതല് കൊണ്ടാണ് ചെയ്തിരുന്നത്. അല്ല, വീടിലും ഇപ്പോ ഈ ചില ഫർണിച്ചറുകള് ചില ആളുകള് പ്ലാവിന്റെ തടിയിൽ മാത്രമേ നമുക്ക് ഉള്ള ആകെ സുലഭമായി കിട്ടുന്ന ഒന്ന് പ്ലാവിന്റെ തടിയായിരുന്നു. അതും ഒരു കാരണമാണ്. വീടിന്റെ ഫർണിച്ചർ, വീടിന്റെ കട്ടള, അങ്ങനെയുള്ള ജനലുകൾ ഇതെല്ലാം അങ്ങനെയാണ് ചെയ്തിരുന്നത്. ഒരു 5 പേരൊക്കെ ഉള്ള ഒരു വീട്ടിൽ 5 പിള്ളേര് വീട് വെക്കുന്നതിന് മാതാപിതാക്കൾ നേരത്തെ തന്നെ ഒരു 10-15 പ്ലാവ്. അങ്ങനെയായിരുന്നു നമ്മുടെ നിത്യജീവിതത്തിന്റെ ഒരു റിതം, അതിന്റെ താളം ഉണ്ടായിരുന്നു. അപ്പോൾ പ്ലാവിന്റെ ഒരു ഔഷധ ഗുണങ്ങൾ വാർത്തയായി വന്ന് അത് സയൻസ് മോണിറ്റർ എന്ന് പറയുന്ന ഒരു മാസികയിൽ വന്നതിന് ശേഷമാണ് ഞാൻ ഈ ആശയത്തെ എന്തുകൊണ്ട് നമ്മുടെ പ്ലാവ് റബ്ബറിന് പകരം തിരിച്ചു വന്നുകൂടാ എന്നുള്ള ഒരു ചിന്തയാണ്. 8 വർഷം കൊണ്ട് ഒന്ന് നമ്മുടെ പലതും നമുക്ക് നഷ്ടപ്പെട്ട പലതും തിരിച്ചു വന്നു. ഇവിടെ മണ്ണിന്റെ ആവശ്യം പോലെ അതെ ഈ മണ്ണിന്റെ കലപ്പെന്നോ അങ്ങനെ എന്തോ ഒരു പേര് മണ്ണിര കർഷക ബന്ധുവാണ്. അപ്പൊ ഇവിടെ എല്ലാം മണ്ണിരകൾ തിരിച്ചു വന്നു, എല്ലാ കിളികളും തിരിച്ചു വന്നു. റബ്ബറിന്റെ മൂട്ടിൽ ഒരിക്കലും ഉണ്ടാവില്ല. അപ്പൊ പ്ലാവിന്റെ ഈ നമ്മുടെ തനത് പ്രകൃതിയെ തിരിച്ചു പിടിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. പ്ലാവ് വയ്ക്കുന്നതിലൂടെ ലക്ഷ്യമാക്കിയത്. ഇന്ത്യയിലെ ആദ്യത്തെ ഓർഗനൈസ്ഡ് വെൽനസ് സെന്റർ ആണ് തപോവൻ വെൽനസ് സെന്റർ. വെൽനസ് എന്ന് പറയുന്നതിന് 4 ഘടകങ്ങൾ വേണമെന്നാണ് ഞാൻ മനസ്സിലാക്കി വെച്ചത്. ഒന്ന്, മാലിന്യമില്ലാത്ത ജലം, ശുദ്ധജലം. 2, ശുദ്ധവായു. 3, ഈ കാർബൺ രഹിത പ്ലാസ്റ്റിക് രഹിത പ്രകൃതി. 4, വിഷരഹിത ഭക്ഷണം. അക്ഷരാർത്ഥത്തിൽ ഇതെല്ലാം ഈ ചക്ക ഇതിനകത്ത് മായം ചേർക്കൽ ബുദ്ധിമുട്ടില്ല. രാസവളം ഈ ഫീൽഡിലില്ല. ഇവിടെ ഞാൻ രാസവളം ഉപയോഗിക്കുന്നില്ല, ഒഴുകി കാണാൻ വരുന്നെങ്കിലുള്ളതേ ഉള്ളൂ മഴവെള്ളം. അപ്പൊ ഈ 4 ഘടകങ്ങൾ ഉണ്ടെങ്കിൽ ഹ്യൂമൻ വെൽനസിന്റെ അടിസ്ഥാന ഘടകം. ഇനി ഈ ഹ്യൂമൻ വെൽനസിലേക്ക് നമ്മൾ എത്തിയെങ്കിൽ മാത്രമേ ഹ്യൂമൻ ഹാപ്പിനെസ്സിലേക്ക് വരാൻ പറ്റൂ. ഇത് ഇന്ത്യയിലെ ആദ്യത്തെ ഹ്യൂമൻ ഹാപ്പിനെസ് സെന്റർ. സാർ, ഇവിടെ ഒരു കുറച്ചു നേരം ഇരുന്നാൽ തന്നെ നമുക്ക് ആ ഹാപ്പിനെസ്സും വെൽനെസ്സും അനുഭവപ്പെടുകയാണ്. ഇവിടെ നിന്ന് തിരിച്ചു പോകാൻ തോന്നാത്തൊരു അവസ്ഥയാണ് നമുക്കിപ്പോൾ ഉള്ളത്. കൃത്യമായിട്ട് അത് ശരിയാണ്. കാരണം ഈ 600 പ്ലാവുകൾ എന്നാൽ 600 ഓക്സിജൻ ഫാക്ടറികൾ. ഇപ്പൊ നമ്മള് നല്ല പുറത്ത് നല്ല വെയിലുണ്ട്, ഇവിടെ നമുക്ക് നല്ല തണലുണ്ട്, കുളിർകാറ്റുണ്ട്. ഈ സ്ഥലത്ത് ഇരിക്കുമ്പോൾ നമുക്ക് മറ്റേത് പരിസരത്തേക്കാൾ ആരോഗ്യകരമായ അന്തരീക്ഷത്തിലാണ് നമ്മളിപ്പോൾ ഇവിടെ. ഇന്ന് നമ്മുടെ നാട്ടിലെ സാർ പൊതുവെ കാണുന്നത് ഇവിടെ ഉള്ളവർ സുഖവാസത്തിനായി അന്യ രാജ്യങ്ങളിൽ സ്വിറ്റ്സർലൻഡിലും ഒക്കെ പോവുക. യഥാർത്ഥത്തിൽ അതിൻ്റെ ഒന്നും ആവശ്യമേ വരുന്നില്ല. 1-2 ദിവസം ഇവിടെ താമസ സൗകര്യം വരെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എല്ലാവിധ സെറ്റപ്പും ഉണ്ട്. നമ്മുടെ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലെന്നുള്ളതാണ് ഇന്നത്തെ അവസ്ഥ. മുറ്റത്തെ മുല്ലയ്ക്ക് മണം ഉണ്ടെന്ന് കരുതുന്ന ഒരു തലമുറ വരുന്നുണ്ട്. അവരെ ലക്ഷ്യമാക്കിയാണ് ഇത്. ഫ്യൂച്ചറിസ്റ്റിക് ആയ ഭാവിയെ ലക്ഷ്യമാക്കിയുള്ള ഒരു സ്ഥാപനമാണ്. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഒന്ന് ശരീരവും ശ്വാസകോശങ്ങളും തുറന്നൊന്ന് ശ്വസിക്കണമെങ്കിൽ ഇവിടേക്ക് വരാം, ആർക്കും വരാം.
ഇപ്പോൾ കോവിഡ് കാലത്ത് ഞാൻ ഓക്സിജൻ പർച്ചേസ് ചെയ്ത ഒരാളാണ്, മെഡിക്കൽ ഓക്സിജൻ. 1500 രൂപയാണ് ഒരു ചെറിയ പൗച്ച് ഓക്സിജന്റെ വില. അത് 250 തവണ ശ്വസിക്കാം ഓക്സിജൻ. അപ്പോൾ ഒരു പൗച്ച് ഓക്സിജന് 1500 രൂപ. അത് 250 തവണ ശ്വസിക്കാം. 250 തവണ നമ്മൾ 11 മിനിറ്റ് കൊണ്ട് ശ്വസിച്ച് തീരും. അപ്പോൾ ടീച്ചർ, അതുപോലെ തന്നെ ടീച്ചറിന്റെ സംഘത്തോടൊപ്പമുള്ള ഇവരൊക്കെ ഇവിടെ വന്നിട്ട് ഏകദേശം 2 മണിക്കൂർ. അപ്പോൾ ഈ അണാ പൈസയിൽ ഇത് കണക്ക് കൂട്ടുന്നത് ഒരിക്കലും നല്ലതല്ലെങ്കിൽ പോലും എത്ര രൂപയുടെ ഓക്സിജനാണ് നിങ്ങൾ ശ്വസിച്ചിട്ടുള്ളത്. അത് സൗജന്യമായിട്ട് കൊടുക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. സൗജന്യം കിട്ടുന്നതിൽ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് പോകത്തില്ല എന്ന വാശിയുള്ള ഒരാളാണ് മലയാളി. കാരണം പറ്റിപ്പും തട്ടിപ്പും നടത്തി ജീവിക്കുക എന്നുള്ളതാണല്ലോ അവരുടെ ലക്ഷ്യം. ഏറ്റവും വില കൂടിയ സ്ഥലമാണ്. അതെ, ഏറ്റവും വില കൂടിയ സ്ഥലമാണ് ഏറ്റവും മൂല്യമുള്ള സ്ഥലം. അപ്പോൾ ഈ തപോവൻ ഹാപ്പിനെസ് വാലി സൗജന്യമായി ആളുകൾക്ക് തുറന്നിട്ട് കൊടുത്തിട്ട് ഇവിടെ പ്രവേശനം ഞായറാഴ്ച എങ്ങനെ ഒരു 5-10 ഫാമിലി വരുമായിരുന്നു. ഇപ്പൊ അതിന് പകരം ഒരു 100 ഫാമിലി വരുന്നുണ്ട്. അപ്പോൾ അവർ കൂടി വരാൻ പാകത്തിൽ ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂളുണ്ട്, ഒരു ഓഡിറ്റോറിയം ഉണ്ട്, കിച്ചൺ ഉണ്ട്, ഡൈനിങ് ഏരിയ ഉണ്ട്, കുട്ടികളുടെ പാർക്കുണ്ട്. ഒരു കാര്യം ടീച്ചറെ, ഈ കുട്ടികളുടെ പാർക്കിൽ കളിക്കാൻ വരുന്ന ഒരു കുഞ്ഞും ക്ഷീണിക്കത്തില്ല എന്ന് ഞാൻ ഉറപ്പ് പറയാം. കാരണം അത്രയും ശുദ്ധവായു, പ്രാണവായുവിന്റെ പറുദീസയാണ് തപോവൻ. ഇതൊരു മെസ്സേജാണ്, ഒരു സന്ദേശമാണ്, അല്ലെങ്കിൽ ഇതൊരു ചിന്താപദ്ധതിയാണ്. ആ ചിന്താപദ്ധതി വരുന്ന തലമുറ അല്ലെങ്കിൽ വളരുന്ന തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ഈ തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ളതല്ല. കാരണം നമ്മുടെയൊക്കെ ഒരു കാലം കഴിഞ്ഞല്ലോ. ഈ തിരക്കിൽ നിന്നൊക്കെ ഒഴിഞ്ഞവർക്ക് കുറച്ച് റിലാക്സ് ചെയ്യാൻ, തിരക്കിൽ നിന്ന് വരാം. ദേ ക്യാൻ എസ്കേപ്പ് ടു തപോവൻ. ഈ ജീവിതത്തിന്റെ ഇവിടെ ഒരു സ്ട്രെസ് റിലീഫ് സെന്റർ തുടങ്ങാൻ പോകുന്നുണ്ട്. ഞാൻ കണ്ടു സാർ അവിടെ. തുടങ്ങിയിട്ടില്ല. അത് സംഘർഷം ലഘൂകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കേന്ദ്രം. അതിന് നമ്മൾ ഇട്ടിരിക്കുന്ന പേര് ധ്യാന കേന്ദ്രം എന്നാണ്. അവിടെ യോഗ, പ്രാണായാമം, അതുപോലെ പലതരത്തിലുള്ള ധ്യാന പരിപാടികള്, പിന്നെ ആധുനിക ശാസ്ത്രം നിർദ്ദേശിക്കുന്ന സംഘർഷ ലഘൂകരണത്തിൻ്റെതായ നല്ല ഗുരുക്കന്മാരുടെ കീഴിലുള്ള മോണിറ്റർഷിപ്പ്, അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ വരും. അപ്പോൾ ടെൻഷൻ കൊണ്ട് പുറകെ മുട്ടുന്ന ഒരു കാലമാണ്. ഇപ്പോൾ IT സെക്ടറിലൊക്കെ ജോലി ചെയ്യുന്ന കുട്ടികളുടെ മാനസികാവസ്ഥ എന്ന് പറയുമ്പോൾ വളരെ അപകടകരമാണ്. അങ്ങനെയുള്ളവർക്ക് സംഘർഷ ലഘൂകരണത്തിന് ഇവിടെ ഒരു സ്ഥലമുണ്ട്, അവർക്ക് ഇങ്ങോട്ട് വരാം. അപ്പോൾ ഈ സ്വന്തം തൊഴിലിൽ നമ്മൾ അനാവശ്യമായി നമ്മുടെ ശരീരത്തേക്കും മനസ്സിലേക്കും വരുന്ന വലിയ മാനസിക സംഘർഷങ്ങളെ നിങ്ങൾക്ക് ഇവിടെ ഇറക്കി വെച്ച് ഫ്രീ ആയിട്ട് ഫ്രഷ് ആയി നമുക്ക് തിരിച്ചു. എനിക്ക് ഇപ്പൊ വന്ന് 2-3 മണിക്കൂറായി ആ ഒരു മാനസികാവസ്ഥയിലാണ് ഇപ്പൊ എത്തപ്പെട്ടത്. ഇവിടെ മഴക്കുളിയുണ്ട്. മഴക്കുളി എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ എന്താണ്, തലച്ചോറിലെ ഓരോ പ്രാണമുകുളങ്ങളും ചുട്ടുപഴുത്താണ് മനുഷ്യര് തൊഴിലിടങ്ങളിൽ നിന്ന് വീടുകളിലേക്ക് വരുന്നത്. വീട്ടിലും സമാധാനം ഉണ്ടാവില്ല പലർക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മുടെ ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെയോ കർണാടക സംഗീതത്തിൻ്റെയോ യൂറോപ്യൻ സംഗീതത്തിൻ്റെയോ ആഫ്രിക്കൻ സംഗീതത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ മഴക്കുളിയിൽ ഡാൻസ് ചെയ്യാം. റെയിൻ ഡാൻസ്. മഴ പെയ്യുന്ന സമയത്ത് നമുക്ക് ഡാൻസ് ചെയ്ത് പാട്ടിനനുസരിച്ച് നമുക്ക് സംഘർഷങ്ങളൊക്കെ അയച്ചു വിടാം, ലഘൂകരിക്കാം. അതിവിടെ അവിടെ കഴുകിക്കളയാം. ആ നിലയ്ക്കുള്ള ഒരു റെയിൻ ഡാൻസ് സെന്റർ ഉണ്ട്. പിന്നെ ഇവിടെ മഡ് ബാത്ത് ഉണ്ട്, ചെളിയിൽ കുളി, ചേറിൽ കുളി. പല പ്രകൃതി ചികിത്സാ കേന്ദ്രങ്ങളിലും അത് അനുവർത്തിക്കുന്ന അവർക്കലേക്ക് ഉണ്ട്. ചേറിൽ പൊത്തി നിന്ന് ചേറിൽ കുളിക്കുക, അതിനൊക്കെയുള്ള സൗകര്യമുണ്ട്. പിന്നെ ഇവിടുത്തെ കൃഷി ജൈവമാണ്. ഇവിടെ കരിമ്പ് കൃഷിയുണ്ട്. ലോകത്തെ ഏറ്റവും ആരോഗ്യവത്തായ പാനീയം കരിമ്പ് ജ്യൂസ്. ഇവിടെ കരിമ്പ് ജ്യൂസ് കൊടുക്കുന്നുണ്ട്. അത് ലൈവായി കൊടുക്കുന്നു. ജൈവം ഇപ്പൊ തന്നെ വെട്ടി അങ്ങോട്ട് ഇപ്പൊ തന്നെ ജ്യൂസാക്കി കൊടുക്കുന്ന കരിമ്പ് ജ്യൂസ് ഉണ്ട്. പിന്നെ യൂറോപ്യൻ നിലവാരത്തിലുള്ള ഒരു കഫറ്റേറിയ ഉണ്ട്. അപ്പൊ ഇവിടെ വന്നാൽ സ്വയം നവീകരിച്ച് ശുദ്ധീകരിച്ചിട്ട് നമുക്ക് തിരിച്ചു പോകാം. അതാണ് തപോവന്റെ പുറകിലെ ഒരാശയം. ഇവിടുത്തെ പ്ലാവുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. 6 മാസം ആവുന്നതിന് മുമ്പ് തന്നെ ചക്കകൾ ഇങ്ങനെ വിളഞ്ഞു നിൽക്കുക. 110 അടി നീളമുള്ള ഒരു ബയോ കേവ് ആണ് ഇവിടുത്തെ ഏറ്റവും ആകർഷകമായ കാര്യം.
മുന്തിരിയും പാഷൻ ഫ്രൂട്ടും മറ്റ് വള്ളിപ്പടർപ്പുകളും നിഴൽ വിരിക്കുന്ന ഈ ഗുഹയിലൂടെ കയറി പുറത്തു വരാം നമുക്ക്. ഇവിടെ അമ്പെയ്ത്തും റൈഫിൾ ഷൂട്ടിങ്ങും നടത്തുന്നതിനുള്ള പരിപാടികൾ നടന്നു വരികയാണ്. ചിൽഡ്രൻസ് പാർക്കിലെ കളികളെല്ലാം കഴിഞ്ഞു വന്നാൽ വിശാലമായൊരു കഫറ്റേരിയ സജ്ജീകരിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് ആവശ്യമായ എല്ലാ സ്നാക്സും പാനീയങ്ങളും ഇവിടെ ലഭ്യമാണ്. വിവാഹങ്ങൾക്കും മറ്റ് ആഘോഷങ്ങൾക്കും ഉതകുന്ന അതിവിശാലമായൊരു ഹാള് തന്നെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇനി വരുന്ന തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എന്ന കവിത 32 വർഷങ്ങൾക്ക് മുൻപ് എഴുതിയ ശ്രീ ഇഞ്ചക്കാട് ബാലേന്ദ്ര സാറാണ് നമ്മോടൊപ്പം ഇന്നിവിടെ ഉള്ളത്. സാർ, ഗുഡ് മോർണിംഗ്. സാറിൻ്റെ പ്രസിദ്ധമായ ആ കവിത ഞങ്ങളെയൊക്കെ ഒരു കാലഘട്ടമല്ല, കാലമുള്ളിടത്തോളം ത്രസിപ്പിച്ചിട്ടുള്ളതാണ്. സാർ, അതിൻ്റെ ഒരു 2 വരി. ഞാൻ ഇവിടെ വന്ന് ശ്രീ രാജേഷിനെ കാണാനായിട്ടാണ് വന്നത്. ഒരുപാട് നാൾ മുമ്പ് അദ്ദേഹത്തെക്കുറിച്ച് കേട്ടറിഞ്ഞിരുന്നു. ഈ പ്ലാവിനെ കുറിച്ച്, പ്ലാവ് കൃഷിയെക്കുറിച്ച്, പാരിസ്ഥിതികമായ നന്മകൾ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാനതേ കാണാനായിട്ട് വന്നതാണ്. ഞാനും ഇത്തരം കാര്യങ്ങളോട് വലിയ ഇഷ്ടമുള്ള ഒരാളാണ്. പൂക്കളും ചെടികളും പ്രാണികളും പക്ഷികളും ഒക്കെ നിറഞ്ഞ ഈ മണ്ണ് ഇവിടെ ജീവിക്കാൻ കിട്ടിയ മഹാഭാഗ്യമാണ് നമുക്ക്. ആ ഭാഗ്യത്തെ കുറേ കൂടി നമ്മളിലൂടെ കുറേ കൂടി തെളിമയുള്ളതാക്കി തീർക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്, എത്ര ആൾക്കാരിലേക്ക് ഇത്തരം സന്ദേശം എത്തിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഞാനെപ്പോഴും ആഗ്രഹിക്കുന്നത്. ആ രീതിയിൽ എഴുതിയ ഒരു കവിതയാണ് ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം. വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂമിയും. മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂമിയും. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? തണലു കിട്ടാൻ തപസ്സിലാണിന്ന് ഇവിടെ എല്ലാ മലകളും. ദാഹനീരിനു നാവു നീട്ടി വരണ്ട് പുഴകൾ സർവവും. കാറ്റുപോലും വീർപ്പടക്കി കാത്തു നിൽക്കും നാളുകൾ. ഇവിടെയെന്നൻ പിറവിയെന്നാൽ വിത്തുകൾ തൻ മന്ത്രണം. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഹംസഗീതം എന്നാണ് ഞാനിപ്പോൾ ചൊല്ലാൻ പോകുന്ന കവിതയുടെ പേര്. അമ്മയുടെ മഹത്വത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നൊരു. പണ്ട് കാലൻ പോത്തിൻ്റെ പുറത്ത് കയറുമായിട്ട് വരുന്നതൊക്കെയാണ് നമ്മൾ കൊച്ചുനാളി മരണത്തെക്കുറിച്ചുള്ള കേട്ടിട്ടുള്ളത്. ഇപ്പം ഞാൻ സങ്കല്പിക്കുന്നത് മരണം ഒരു സുന്ദരിയായ സ്ത്രീയായിട്ട് എൻ്റെ മുന്നിൽ വരുന്നു എന്നാണ് ഈ കവിതയിൽ. കവിത മനസ്സിലാകാൻ വേണ്ടി അത് പറഞ്ഞു. അത്ഭുതം ഞാനറിഞ്ഞു വരുന്നവൾ, നിത്യതാരുണ്യ ഭാഗ്യം ലഭിച്ചവൾ. അത്ഭുതം ഞാനറിഞ്ഞു വരുന്നവൾ, നിത്യതാരുണ്യ ഭാഗ്യം ലഭിച്ചവൾ. തീർത്ഥയാത്രയിൽ കൂട്ടാളിയാകുവാൻ എൻ കരം കവർന്ന് ആദ്യം നടക്കുവാൻ. തീർത്ഥയാത്രയിൽ കൂട്ടാളിയാകുവാൻ എൻ കരം കവർന്ന് ആദ്യം നടക്കുവാൻ. അത്ഭുതം ഞാനറിഞ്ഞു വരുന്നവൾ, നിത്യതാരുണ്യ ഭാഗ്യം ലഭിച്ചവൾ. ഉള്ളിലിപ്പോൾ ഇരുട്ടില്ലൊരായിരം സൂര്യജന്മപ്രഭാമയം ഓർമ്മകൾ കണ്ടു ഞാൻ. അതിൽ എന്നെ പിറവിതൻ ആദ്യമാത്ര തൊട്ട് ഈ നിമിഷം വരെ. ഉള്ളിലിപ്പോൾ ഇരുട്ടില്ലൊരായിരം സൂര്യജന്മപ്രഭാമയം ഓർമ്മകൾ കണ്ടു ഞാനതിൽ എന്നെ പിറവിതൻ ആദ്യമാത്ര തൊട്ടീ നിമിഷം വരെ. അണ്ഡമായെന്ന് ഞാൻ ഉദിച്ച അമ്മതൻ ഉള്ളിനുള്ളിൽ അപൂർവ ഭാഗ്യം മമ. പ്രകൃതി പുരുഷ സങ്കലനം ഈ ഇരുളറ എന്നാദ്യവാസസ്ഥലം. അണ്ഡമായെന്ന് ഞാൻ ഉദിച്ച അമ്മതൻ ഉള്ളിനുള്ളിൽ അപൂർവ ഭാഗ്യം മമ. പ്രകൃതി പുരുഷ സങ്കലനം ഈ ഇരുളറ എന്നാദ്യവാസസ്ഥലം. കണ്ടതില്ല ഞാനൊന്നും എന്നാകിലോ കൺകൾ രണ്ടുരുവായി മുഖത്തെപ്പോഴോ. കേട്ടതില്ല ഞാനൊന്നും എൻ കാതിലായി ചെണ്ടയൊന്നുയിർക്കൊണ്ടത് അറിഞ്ഞു ഞാൻ. കുഞ്ഞ മനുഷ്യനാവാണ്ടേ ഇപ്പോലെ മനുഷ്യനാവാണ്ടേ.
മൃഗം പോലാവള കുഞ്ഞ മനുഷ്യനാവാണ്ടേ ഇപ്പോലെ മനുഷ്യനാവാണ്ടേ. മണ്ണറിവിലൊറയ്ക്കട കുഞ്ഞ വിണ്ണറിവിൽ ഉദിക്കട കുഞ്ഞ മനുഷ്യനാവാണ്ടേ ഇപ്പോലെ മനുഷ്യനാവാണ്ടേ. കട്ടുചോല തണുപ്പും കട്ടുതേനിനിപ്പും കന്നിമഴക്കുളിരും വെള്ളിവെയിൽ പുളപ്പും കോടമഞ്ഞും മേടക്കാറ്റും നീല പൂമണവും നെഞ്ഞറിവിലെടുക്കട കുഞ്ഞ മനുഷ്യനാവാണ്ടേ ഇപ്പോലെ മനുഷ്യനാവാണ്ടേ. മൃഗം പോലാവട കുഞ്ഞ മനുഷ്യനാവാണ്ടേ ഇപ്പോലെ മനുഷ്യനാവാണ്ടേ. കാളയൊരു നല്ല മൃഗം, കാളയൊരു നല്ല മൃഗം, പൂണൂലില്ല തൊപ്പിയില്ല, ഞാത്തിയിടാൻ കൊന്തയില്ല, എൻ്റെ നിൻ്റെ ദൈവമില്ല, ചത്തുകിട്ടും മോക്ഷം കാത്ത് പാത്തിരുന്നു കൊല്ലലില്ല, ചോര വിരിച്ചിരിയില്ല, ചുട്ടരിച്ച് മരിക്കലില്ല. കാളയൊരു നല്ല മൃഗം, കാളയൊരു നല്ല മൃഗം, പൂണൂലില്ല തൊപ്പിയില്ല, ഞാത്തിയിടാൻ കൊന്തയില്ല, എൻ്റെ നിൻ്റെ ദൈവമില്ല, ചത്തുകിട്ടും മോക്ഷം കാത്ത് പാത്തിരുന്നു കൊല്ലലില്ല, ചോര വീഴ്ത്തിച്ചിരിയില്ല, ചുട്ടരിച്ച് മരിക്കലില്ല. കാളയൊരു നല്ല മൃഗം. മൃഗം പോലാവട കുഞ്ഞാ മനുഷ്യനാവാണ്ടേ ഇപ്പോലെ മനുഷ്യനാവാണ്ടേ. നായയൊരു നല്ല മൃഗം, നായയൊരു നല്ല മൃഗം, നന്ദികേട് കാട്ടലില്ല, ചിരി തെളിച്ച് ചതിക്കലില്ല, CC വണ്ടി വാങ്ങലില്ല, ലോൺ എടുത്ത് വിയർക്കലില്ല, ജപ്തി കണ്ട് തൂങ്ങലില്ല, നാടുതോറും തണ്ടലില്ല, നാണം കെട്ട് വാഴലില്ല. നായയൊരു നല്ല മൃഗം, നായയൊരു നല്ല മൃഗം, നന്ദികേട് കാട്ടലില്ല, ചിരി തെളിച്ച് ചതിക്കലില്ല, CC വണ്ടി വാങ്ങലില്ല, ലോൺ എടുത്ത് വിയർക്കലില്ല, ജപ്തി കണ്ട് തൂങ്ങലില്ല, നാടുതോറും തണ്ടലില്ല, നാണം കെട്ട് വാഴലില്ല. നായയൊരു നല്ല മൃഗം. മൃഗം പോലാവട കുഞ്ഞ മനുഷ്യനാവാണ്ടേ ഇപ്പോലെ മനുഷ്യനാവാണ്ടേ. പോത്തുമൊരു നല്ല മൃഗം, പോത്തുമൊരു നല്ല മൃഗം, ഓഹരി ചൂതാട്ടമില്ല, റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സില്ല, ബ്ലേഡ് വട്ടി പലിശയില്ല, വ്യാജ മെഡിക്കൽ കോളേജില്ല, ദൈവവേഷം കെട്ടലില്ല, മന്ത്രവാദ തട്ടിപ്പില്ല, തീവ്രവാദ ബന്ധമില്ല. പോത്തുമൊരു നല്ല മൃഗം, പോത്തുമൊരു നല്ല മൃഗം, ഓഹരി ചൂതാട്ടമില്ല, റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സില്ല, ബ്ലേഡ് വട്ടി പലിശയില്ല, വ്യാജ മെഡിക്കൽ കോളേജില്ല, ദൈവവേഷം കെട്ടലില്ല, മന്ത്രവാദ തട്ടിപ്പില്ല, തീവ്രവാദ ബന്ധമില്ല. പോത്തുമൊരു നല്ല മൃഗം. മൃഗം പോലാവള കുഞ്ഞ മനുഷ്യനാവാണ്ടേ ഇപ്പോലെ മനുഷ്യനാവാണ്ടേ. മണ്ണറിവിലൊറയ്ക്കട കുഞ്ഞ വിണ്ണറിവിൽ ഉദിക്കട കുഞ്ഞ മനുഷ്യനാവാണ്ടേ ഇപ്പോലെ മനുഷ്യനാവാണ്ടേ. കട്ടുചോല തണുപ്പും കട്ടുതേനിനിപ്പും കന്നിമഴക്കുളിരും വെള്ളിവെയിൽ പുളപ്പും കോടമഞ്ഞും മേടക്കാറ്റും നീല പൂമണവും നെഞ്ഞറിവിലെടുക്കട കുഞ്ഞ മനുഷ്യനാവാണ്ടേ ഇപ്പോലെ മനുഷ്യനാവാണ്ടേ. മൃഗം പോലാവട കുഞ്ഞ മനുഷ്യനാവാണ്ടേ ഇപ്പോലെ മനുഷ്യനാവാ. മനുഷ്യനാകണ്ടെന്നല്ല, നമ്മളെ പോലെയുള്ള മനുഷ്യനാകണ്ടെന്നാണ്. നമ്മളെ പോലെ ഇപ്പോഴത്തെ മനുഷ്യൻ. മൃഗത്തിൻ്റെ സ്ഥായി ഭാവം നിഷ്കളങ്കതയാണ്. ആ നിഷ്കളങ്കത കൂടി മനുഷ്യജന്മങ്ങൾക്ക് വേണ്ടതും എന്ന് സൂചിപ്പിക്കാനാണ് ഈ ഒരു കവിത. സാധ്യം. തപോവനം ആരംഭിച്ച അന്ന് മുതൽ സാറിൻ്റെ സന്തത സഹചാരി കൂടിയായ പ്രദീപ് സ്വാമിയെ നമുക്ക് പരിചയപ്പെടാം. സാർ, ഗുഡ് മോർണിംഗ്. സ്വാമിക്ക് ഈ ആശ്രമത്തിൽ സ്വാമിക്ക് ഈ പ്രകൃതി ഭംഗിയെക്കുറിച്ച് എന്ത് പറയാനാണ്? പ്രകൃതി ഭംഗി എന്ന് പറഞ്ഞാൽ ഇതൊരു ഇപ്പം ഇല്ലാത്തതും നമ്മൾ കണ്ടുവരാത്തതുമായ സാധനങ്ങളാണ് അണ്ണൻ്റെ ആശയത്തിൽ വന്നത്. അതെ. അണ്ണൻ ഒരു 15 മണിക്കൂർ ജോലി ചെയ്ത് ഇവിടെ വന്ന് കുടുംബമാണിത്. കുടുംബമായിരുന്നു. അതിന് മേളിൽ കനകുന്ന വീടെന്നുള്ളതാണ് അണ്ണൻ്റെ കുടുംബം. പിന്നെ 30 വർഷം 40 വർഷം കണ്ടായി ജോലിക്ക് പോയിട്ട് ഇവിടെ വന്നു. ഒരു 2011 ഇവിടെ വരുന്നു. 2011 ഇവിടെ വന്ന് ഇതിൻ്റെ പ്ലാവുകൾ ആദ്യമേ റബ്ബർ മുറിച്ച് കളഞ്ഞു. പിന്നീട് പ്ലാവ് വെച്ച് പ്രകൃതിയുമായിട്ട് ഭയങ്കരമായി ഇണങ്ങിയ സ്നേഹത്തിലാണ്. അതിനി ഉണ്ടായാലേ പറ്റൂ. അതിനി ഉണ്ടായെങ്കിലേ പറ്റൂ. അന്നേരം ഇനിയുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഇതെല്ലാം മറ്റുള്ള തലമുറകളല്ലേ ഇതിനകത്ത് അനുഭവിക്കുന്നു. അതല്ലേ അതിൻ്റെ ഒരു ഏറ്റവും വലിയ ഒരു ഗുണമെന്ന് പറയുന്നത്. മറ്റുള്ള തലമുറകൾ അനുഭവിക്കുകയും ഇനി പഴയ കാലം തിരിച്ചു കൊണ്ടുവരികയല്ലേ ചെയ്യുന്നത്. പഴയ ഇവിടെ ഇരിക്കുമ്പം തന്നെ നമുക്ക് ഈ വായുവും ഇതിൻ്റെ ഒരു ക്ലൈമറ്റും എല്ലാം കൂടെ നോക്കുമ്പോൾ പഴയ ഒരു
അറ്റ്മോസ്ഫിയർ. നമ്മള് പഴയ എനിക്ക് 52 വയസ്സുള്ളൂ. ഇവിടെ ആ പ്ലാവിൻ തോട്ടത്തിൽ നിന്ന് കയറി വന്നിട്ടേ സ്വാമി നമുക്ക് അങ്ങ് തിരിച്ചിങ്ങോട്ട് വരാൻ തോന്നുന്നില്ല. അതാണ് അത്രയ്ക്ക് നല്ല ഒരു സുഖമാണ്. ഇപ്പൊ ഇനിയിപ്പോ ഈ ആളുകൾ ഡൽഹിയിൽ നിന്നും രാജസ്ഥാനിൽ നിന്നൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ വായുവില്ല. അതെ അതെ. അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ വണ്ടികളുടെ മാലിന്യം, ഈ പുകയും ഇതുമെല്ലാം. ഡൽഹിയിലൊക്കെ മലിനീകരണം കാരണം സ്കൂൾ വരെ അടച്ച്. അന്നേരം ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ വന്നിരിക്കാനുള്ള ഒരു നല്ല സംരംഭം വലിയ ഈ ചെയ്തിട്ടുണ്ട്. അതെ അതെ അതെ. അന്നേരം ഇത് ഇവിടെയുള്ള തലമുറകളെല്ലാം ഇത് പ്രോത്സാഹനം ചെയ്യണം. ഇനി ഇത്രയും കഷ്ടപ്പെട്ട് ഒരാൾക്കുള്ള ടെൻഷനും കാര്യങ്ങളും എല്ലാം കൂടെ ചെയ്യുമ്പോൾ നമ്മളുടെ എല്ലാ മനുഷ്യരും കൂടി പുള്ളി പ്രോത്സാഹനം ചെയ്യുക എന്നുള്ളതാണ്. ഇത് അറിഞ്ഞ് കേട്ടുകൊണ്ടാണ് സ്വാമി ഞാനിത് ഒന്ന് പൊതുജനങ്ങളുടെ എത്തിക്കണം എന്നൊരു ആശയം എനിക്ക് തോന്നിയിട്ടാണ് ഞാനിത് വന്നത്. അതുകൊണ്ട് ഇതിനോടുള്ള ആശയം എന്ന് പറയുന്നത് നിസ്സാരമല്ല. അണ്ണനെ പോലൊരാൾ ഭയങ്കരമാണ്. അത് ഞാൻ കണ്ടതിൽ ഒരു പ്രകൃതിയെ ഇത്രയും സ്നേഹിക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ വന്നപ്പോഴും പ്രകൃതി സ്നേഹിയായ ഒരു കവിയല്ലേ കൂടെ ഇരിക്കുന്നത്. അത് എനിക്ക് വളരെ, പിന്നെ അതുമല്ല എനിക്ക് കൂടെ ഉള്ള, ഞാൻ വിദ്യാഭ്യാസം വളരെ പോയിട്ടില്ല. പിന്നെ അണ്ണനിൽ നിന്നുള്ള ഒരുപാട് അറിവുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അണ്ണൻ പറയുന്ന ഓരോ വാക്കുകളിലൊക്കെ ഓരോ കാര്യങ്ങൾ നല്ല അറിവുള്ള വാക്കുകളെ നമുക്ക് നല്ല കാര്യങ്ങളെ പറഞ്ഞത്, മോശമായ കാര്യങ്ങൾ അണ്ണൻ്റെ വായിൽ നിന്ന് വീഴുന്നത് ഞാൻ കേട്ടിട്ടില്ല. പിന്നെ വക്കീൽ എന്ന് പറയുമ്പോൾ ഇത് കോടതിയിലുള്ള കാര്യങ്ങളേ ഉള്ളൂ. അല്ലാതെ അതിനകത്ത് തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലാതെ നല്ല രീതിയിലുള്ള വാക്കുകൾ, നല്ല അണ്ണൻ പറയുന്ന ഓരോ വാക്കുകൾക്കും അതിനകത്തുള്ള അറിവുകൾ, അത് ഈ കൂടെ നടക്കുന്നവർക്ക് മനസ്സിലാകാം, ചിലപ്പോൾ മനസ്സിലാകാതിരിക്കാം. പക്ഷെ അത് എനിക്ക് മനസ്സിലാകും. അത് ഞാനത് ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കാം, അത് നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് അണ്ണൻ്റെ കൂടെ കൂടിയതിൽ എനിക്ക് ഒരുപാട് അറിവുകളുണ്ട്, ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഞാൻ സ്വാമിയെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം. എനിക്ക് സാറിനെയും പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ശ്രീ രാജീവ് സാറിൻ്റെ ചൈത്യത്തിൽ ഉറങ്ങുന്ന മഹാസാഗരം എന്ന കൃതി പ്രശസ്ത കവി ഇഞ്ചക്കാട് ബാലേന്ദ്ര സാറിന് സമ്മാനിക്കുന്നു. സാർ, നമ്മുടെ വരാനിരിക്കുന്ന തലമുറയ്ക്കും വരും തലമുറയ്ക്കും ഇത്രയും ഒരു ബൃഹത്തായ ഒരു സംരംഭം അവർക്ക് നിർമ്മിച്ച് പ്രദാനം ചെയ്ത് നാടിന് സമർപ്പിച്ച സാറിനെ പോലെയുള്ള ആളുകൾ ഈ തലമുറയ്ക്ക് തന്നെ ഒരു വലിയ ഒരു അസറ്റാണ്. സാറിനെ കണ്ടതിൽ വളരെയധികം സന്തോഷമുണ്ട്. സാറിൻ്റെ ഈ സേവനം നമ്മുടെ നാട്ടിന് എന്നും കിട്ടും എന്നാണ് നമ്മൾ കരുതുന്നത്. സന്തോഷം. ഓക്കെ സാർ. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.